ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോ ഹോണ്ടയുടെ സൂപ്പർ സ്പ്ലെൻഡർ വണ്ടി എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം വാറണ്ടി പീരീഡിലുള്ള സെക്കൻഡ് സർവീസാണ്. നമ്മൾ സർവീസിനോടനുബന്ധിച്ച് വണ്ടി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക് കേട്ടോ. പിന്നെ അതേപോലെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. ഹബിൻ്റെ ഭാഗമായാലും നമുക്ക് ചെറിയൊരു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ച് ക്ലിയർ ആക്കിയിട്ട് റഫായി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ കിട്ടും, കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ടയറിൻ്റെ കണ്ടീഷനും ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെയിൻ അടിക്കുന്നുണ്ട്. ചെയിൻ സ്പോക്കറ്റ് പുതിയത് കഴിഞ്ഞ സർവീസിന് നമ്മൾ മാറ്റിയേക്കണതാണ്. അപ്പോൾ ചെയിൻ ലൂസായിട്ടാണ്. അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിക്കോളും. നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് മഴ സമയത്താണ് ചെയിൻ സ്പോക്കറ്റ്, ബെയറിങ്, ഇപ്പോൾ ഡിസ്ക് ബ്രേക്ക് ഉള്ള മോഡലൊക്കെ വണ്ടിയാണെങ്കിൽ ബ്രേക്ക് പാഡൊക്കെ ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ്സ് വരുന്നത് മഴയുടെ സമയത്താണ്. അപ്പോൾ ഇത് ശരിക്കും നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലൂസായിട്ട് അടിക്കാൻ നോക്കണ്ട, മാസത്തിലൊരിക്കൽ എന്തെങ്കിലും കയറ്റിയിട്ട് ചെയിൻ അപ്പോഴത്തേക്ക് ഓടുമ്പോൾ ലൂസാവും. അപ്പോൾ കുറച്ച് ഓയിൽ കൊടുത്തിട്ട് ചെയിൻ കറക്റ്റ് ചെയ്തിടാണെങ്കിൽ, ഇപ്പോൾ ലൂസ് ടൈറ്റ് വരുമ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇത്ര ലൂസായിട്ട് കിടന്ന് ഓടുമ്പോൾ വണ്ടി ചെയിൻ ലൂസ് ടൈറ്റ് വരും, ഓവർലാപ്പിംഗ് എന്ന് പറയും, കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് മാക്സിമം ചെയിൻ ഉപയോഗിച്ച് തീർക്കാൻ പറ്റില്ല, ജയിക്കുമ്പോൾ നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളാം. നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വിട്ടാലും ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒന്ന് കയറ്റിയിട്ട് ചെയിൻ അടിച്ചാലും അടിച്ച് ചെയ്ത് ചെയിൻ ഒന്ന് ചെക്ക് ചെയ്യുക. ലൂസ് ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ കൊടുത്തിട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആയിക്കോളും. ലൂസ് ഉണ്ടെങ്കിൽ ചെറിയ ലൂസ് ഉണ്ടെങ്കിൽ പോലും കൈയോടെ ടൈറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരമാവധിയും അതിൻ്റെ ലൈഫ് നമുക്ക് ഉപയോഗിച്ചെടുക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ കയറ്റിറക്കം വരും, കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ചെയിൻ സ്പോക്കറ്റ് പിന്നീട് സെറ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ മാറ്റേണ്ടി വരും. അങ്ങനെയാണ് കംപ്ലയിൻറ്റ് വന്നത് കേട്ടോ. മഴക്കാലത്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ പുതിയ ഫിൽറ്ററാണ്, ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, ഓയിൽ മാറേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ക്യാമും ഒക്കെ നമ്മളൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് പുതിയ ലൈനറാണ് കിടക്കണേ, കമ്പനി ലൈനർ കിടക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്തിട്ടാൽ മതി. ഫ്രണ്ടിലത്തെ ടയറായാലും അത്യാവശ്യം ഉണ്ട്. ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെപ്റ്റ് ചെറിയൊരു അടിയുണ്ട് കേട്ടോ, കാരണം അതിൻ്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങിയിട്ട് തുരുമ്പ് തന്നെയാണ് ഈ കാണുന്നത്. ഇതും തൽക്കാലം ഇപ്പോൾ ചെയ്യാൻ നിൽക്കണ്ട. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ഇത് ചെറിയ മോഡൽ കോണാണ്, പഴയ മോഡൽ കോണാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ മാറ്റിയിട്ടാലും ഒരു മഴയാണ്ട് കഴിഞ്ഞ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കൂടി ലൈഫ് കൂടുതൽ കിട്ടും. മഴക്കാലത്ത് കംപ്ലയിൻറ്റ് വരുന്നതിൽ കൂടുതൽ ഭാഗങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അത്യാവശ്യം മൂവ്മെൻറ്റുള്ള ഭാഗങ്ങൾ, ഗ്രീസ് വന്ന ഭാഗം വെള്ളത്തിൻ്റെ അംശത്തിലും ഗ്രീസും ചെയ്യാൻ പോകും, അതൊക്കെയാണ് കംപ്ലയിൻറ്റ്സ് വരാം. അപ്പോൾ തൽക്കാലം നമുക്ക് അതൊന്നും ചെയ്യേണ്ട. ചെറിയൊരു ഷെയ്ക്ക് ഫ്രണ്ടിൽ നിന്ന് വരുന്നുണ്ട്, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. പരമാവധി ഉപയോഗിച്ചതിന് ശേഷം അഴിച്ച് മാറ്റി കളഞ്ഞാൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഓവർ ടൈറ്റ് കാണിക്കും. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാറ്ററിയുടെ ഭാഗമായാലും നമുക്ക് ബാറ്ററി 2024 ബാറ്ററി ഇരിക്കണം കേട്ടോ, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് വോൾട്ട് ചെക്ക് ചെയ്ത് വിടണ്ടെന്നുള്ളൂ. നമ്മൾ വോൾട്ട് നമുക്ക് 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ സൈലൻസർ ചെറിയൊരു ലീക്ക് ഉണ്ട്, അതായത് തുരുമ്പ് ഇട്ടിട്ട് ലീക്ക് ആയതാണ് ഈ സൈഡ്. പഴക്കം കൊണ്ട് വന്നാണ് കേട്ടോ, ഈ ഭാഗത്തുണ്ട്. അപ്പോൾ നമ്മളത് സൈലൻസർ അഴിച്ചിട്ടൊന്ന് വെൽഡ് ചെയ്യേണ്ടി വരും. ഇത് ഹീറ്റിങ് വന്ന ഭാഗം. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്താലും കുറേ കഴിയുമ്പോൾ നെക്സ്റ്റ് ഭാഗം വേറെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് വരും അത്. തൽക്കാലം നമ്മൾ ഈ കാണുന്ന ഭാഗം ഒന്ന് വെൽഡ് ചെയ്ത് വിടാം. ഇതിപ്പോൾ ഗ്യാസ് വെൽഡ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ നോക്കുമ്പോൾ ചെറിയ ഹോളാണെങ്കിലും ചിലപ്പോൾ ഈ ഏരിയ ഫുള്ളായിട്ട് അടിക്കേണ്ടി വരും. കാരണം നോസിൽ ചെല്ലുമ്പോൾ ബാക്കിയത് അങ്ങനെ കത്തി പോകാൻ നിൽക്കും. അപ്പോൾ അതെന്തെങ്കിലും ക്ലിയർ ചെയ്യാണ്ട് മാർഗ്ഗമില്ല, നമുക്ക് എന്തെങ്കിലും കൈയോടെ ചെയ്യാം. അവിടെ ചെറിയൊരു സൗണ്ട് കാര്യങ്ങൾ, ലീക്കിൻ്റെ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ നിലവിൽ ഇതൊക്കെയാണ് മെയിനായിട്ട് സർവീസുമായി ബന്ധപ്പെട്ട വന്ന വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. കുറച്ച് കംപ്ലീറ്റ് ആവും. എന്തായാലും നമുക്കൊരു 5 മണി 5:30 ആവും തീരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ചെയ്യാൻ വിളിച്ചേക്കാം കേട്ടോ.